ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ് പോലെയാണ് എന്ന് വെച്ചാൽ വ്ളോഗല്ല, ആക്ച്വലി ഇന്നത്തെ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കൂൾ വിട്ട് പിള്ളേർ വരുമ്പോൾ എന്താണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടായിരിക്കും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ചെറിയൊരു ഷവർമ്മ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലത്തെ ഒത്തൻറ്റിക് രീതിയിലൊന്നല്ല, ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മയോണൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട, വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, പഞ്ചസാര, അതുപോലെ തന്നെ വിനീഗറും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിൽ ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൺസിസ്റ്റൻസി ശരിയാവില്ല കേട്ടോ. അതിനുശേഷം ഇങ്ങനെ നിർത്തി കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ട് ഒരേ സൈഡിലോട്ട് കേട്ടോ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ആക്കാൻ പാടില്ല. അങ്ങനെ അടിച്ചു കൊടുത്ത് ഇതേപോലെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മയോണൈസ് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. ആ എന്താ പറയുക, പെപ്പറിൻ്റെയും ആ ഷുഗറിൻ്റെയൊക്കെ ഒരു സ്വീറ്റ്നെസ് വരുമൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അത്, കുറച്ച് ഉപ്പ്, കുരുമുളക് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് തേച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലത്തെ ചിക്കനിൽ നിന്ന് കുറച്ച് ബോൺലെസ് പീസ് മാറ്റി വെച്ചാണ്ട് വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അവർക്ക് ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടേ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഒതൻറ്റിക് രീതിയിലൊന്നല്ല, ഞാനിവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, കയ്യിലുള്ള സാധനങ്ങൾ വെച്ചൊക്കെ ഓരോരോ റെസിപ്പികൾ ഇങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്യും. ഇതൊന്ന് മറച്ചിടാം കേട്ടോ. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞു തരാനുള്ളത്, നമ്മൾ ചിലർ പറയാറുണ്ട് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മീൻ വറുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു. കാരണം ഇങ്ങനെ ഇത്തിരി ഇളക്കി പോകുന്ന നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എണ്ണയുണ്ടല്ലോ, വെളിച്ചെണ്ണ ഓയിലോ എന്താ ഒഴിക്കണം വെച്ചാൽ നല്ലതായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് ചൂടായി തിളച്ച് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കരിവേപ്പിലേക്ക് ഇട്ട് നോക്കുക. ഇങ്ങനെ ബബിൾസൊക്കെ വരുമല്ലോ, ആ സമയത്ത് നമ്മൾ വറുക്കാനായിട്ട് ഇട്ടുകയാണെങ്കിൽ നന്നായിട്ട് എന്താ പറയുക, ഒട്ടി പിടിക്കില്ല കേട്ടോ. കണ്ടോ, ഇതിലിപ്പോൾ തീരെ ഒട്ടി പിടിക്കില്ല. നമുക്ക് പെട്ടെന്ന് മറിച്ചിടാനൊക്കെ പറ്റും. ഇതൊരുവിധം വല്ലാണ്ട് ഫ്രൈ ആക്കണ്ട, കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തു, സവോള കുറച്ചര സവോള, എൻ്റെ തക്കാളി കേട്ടോ. ഇതിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്രയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വേഗം വറുത്ത് കോരിയിട്ടുണ്ട്. പെട്ടെന്ന് പണികൾ കഴിയും കേട്ടോ. പിന്നെ ഈ ചിക്കൻ നമുക്ക് ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് വറുക്കാം. അങ്ങനെ ആകുമ്പോഴേ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം, നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ നമ്മുടെ കറി കട്ടിങ്ങിൻ്റെ രീതിയിലാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീളത്തിൽ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വറുത്ത് കോരിയിട്ടുള്ളൂ, നല്ല ചൂടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കി വയ്ക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ്, നമുക്ക് ക്യാബേജ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ എന്തൊക്കെ വെജിറ്റബിൾസാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച ആ കൂട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില, പച്ചമുളക് അരച്ചിട്ട് അത് അങ്ങനെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു കുറച്ചും കൂടി വേറൊരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ സിമ്പിൾ രീതിയിൽ ഹോം മെയ്ഡായിട്ടുള്ള ചെറിയൊരു ഷവർമ്മയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഗതികൾ വെച്ചിട്ടാണ് ഞാനിന്ന് ഷവർമ്മ റോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത്രയ്ക്കും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇതുവരെ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കുബൂസ് എടുക്കാം. കുബൂസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോനൈസും, പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഗ്രീൻ ചില്ലിയുടെ സോസ് ഉണ്ടല്ലോ, ആ സോസും. അതിലോട്ട് ഞാൻ ഈ സീസണിങ് ഉണ്ടല്ലോ, ഇറ്റാലിയൻ സീസണിങ് അല്ലെങ്കിൽ പിസ്സ മിക്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇടാട്ടോ. ഇവിടെ പിള്ളേർക്കൊക്കെ അത് ഇഷ്ടമായ കാരണമാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ നടുക്കിൽ കുറച്ച് കെച്ചപ്പ്, ഈ മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് വെച്ച് നമുക്ക് കുറച്ച് ക്യാരറ്റ് വയ്ക്കാം. പിന്നെ ഇതിലോട്ട് തക്കാളി വയ്ക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ, ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വയ്ക്കാം, കുക്കുംബർ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ മുളകൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ കുറച്ച് അങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒരു ലെയറും കൂടെ കുറേശ്ശെ മയോനൈസ്
ഇടാം കുറച്ചും കൂടി മറ്റേ ഇറ്റാലിയൻ സീസണിങ്ങും അതുപോലെ തന്നെ നമ്മുടെ എന്ത് വയ്ക്കാം സോസും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ നമുക്ക് സോസ് ആയാലും അതുപോലെ തന്നെ മയോണൈസ് ആയാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 വട്ടമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുബൂസ് ഇത്തിരി ചെറുതായി പോയി, അത് കാരണം ഇത്തിരി ഇങ്ങനെ പൊട്ടി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഷവർമ്മ ഇവിടെ ഹോം മെയ്ഡ് ഷവർമ്മ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്നു, പിള്ളേർ വന്നു കേട്ടോ. അപ്പോൾ ഇസ വന്നപ്പോൾ ഇസയോട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉള്ള പല്ലിളകി നിൽക്കുന്ന കാരണം കടിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടൂസിന് കൊടുത്തിട്ട് കുട്ടൂസ് ആണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.